ഇത് ഉമ്മർ ഫാറൂഖ്. മലപ്പുറം താനൂർ ഫിഷിംഗ് ഹാർബറിൽ മത്സ്യബന്ധന തൊഴിലാളിയാണ് 32 വയസ്സുകാരനായ ഫാറൂഖ്. വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമായ അദ്ദേഹം നിലവിൽ കേരളത്തിലെ വലിയൊരു വിഭാഗം മത്സ്യബന്ധന തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ സൗത്ത് ഡ്രാഫ്റ്റുമായി പങ്കിടുകയാണ്. ഇന്ന് വർക്ക് നമുക്ക് ഉണ്ടായിട്ടില്ല. 2 മാസത്തോളമായി നമ്മൾ പണിക്ക് പോയിട്ട്. അതെന്തുകൊണ്ടാണ് 2 മാസത്തോളമായിട്ട് വർക്കിന് പോകാത്തത്? ഈ ഒരു മാസത്തിലെ അളവിൽ ഇപ്പോൾ വർഷത്തിലൊരിക്കൽ നമുക്കിങ്ങനൊരു വറുതിക്കാലം വരാണ്ട്. ഓക്കെ. അപ്പോൾ ഈ വറുതിക്കാലത്ത് നമുക്ക് ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ വീട്ടിലിരിക്കുകയും പല കാര്യങ്ങൾക്ക് കിഴക്കൻ മേഖലയിലൊക്കെ ജോലി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അതില്ലാത്ത ആളുകൾ, കിട്ടാത്ത ആളുകൾ വേറെ കടം വാങ്ങിയിട്ടും മറ്റുള്ള ആളുകളിൽ നിന്നൊക്കെ ശേഖരിച്ചിട്ടാണ് ജീവിച്ചു പോകുന്നത്. പിന്നെ ആണെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് ഇതുപോലത്തെ നല്ല ആനുകൂല്യമൊക്കെ കിട്ടുകയാണെങ്കിൽ, അതായത് ധന്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ, ഗിറ്റോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. അതായത് സർക്കാർ ഇപ്പോൾ നിലവിൽ തൊഴിലില്ലാതിരിക്കുന്ന, അതായത് വറുതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് ക്ഷേമ പദ്ധതികൾ കൊണ്ടുവരണമെന്നാണ് ഫറൂഖ് ഉദ്ദേശിച്ചത്. ഈ കഴിഞ്ഞ 2 മാസമായിട്ട് ജോലിയില്ല എന്നാണ് ഫറൂഖ് പറഞ്ഞത്. അപ്പം താങ്കളുടെ വീട്ടിലെ ചിലവുകൾ എങ്ങനെയാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്? ഫാദറാണ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് കാര്യങ്ങളൊക്കെ. ഓക്കെ. നമ്മളിത് ഫാദർ മെയിൻറ്റെയിൻ ചെയ്തു. നമ്മൾ കഴിഞ്ഞ കാലത്ത് എടുത്ത് വെച്ച പൈസയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അതില്ലെങ്കിൽ മറ്റുള്ള ആളുകളിൽ നിന്ന് കടം വാങ്ങിയിട്ടൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ താനൂർ ഫിഷിംഗ് ഹാർബറിൽ മൊത്തം എത്ര ബോട്ടുകളുണ്ട്, എത്ര തൊഴിലാളികളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നത്? 100-150 ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഏറ്റവും മിനിമം. ഇപ്പോൾ കൂടുതൽ നോക്കുകയാണെങ്കിൽ തോണിയും വെള്ളമൊക്കെ നോക്കുകയാണെങ്കിൽ 100-300 മേലൊക്കെ എന്തായാലും ഉണ്ടാവലുണ്ട്. അതിനോടനുബന്ധിച്ച് ജീവിക്കുന്ന എത്ര വ്യക്തികളുണ്ടാവും, എത്ര ആളുകളുണ്ടാവും? ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ. അവരൊക്കെ നിലവിൽ ഈ വറുതിയിൽ കൂടാണോ കടന്നു പോയി? ഈ വറുതി കൂടെ തന്നെ കടന്നത്. തുച്ഛമായ ഒരു കയ്യിൽ എണ്ണാമെന്ന വള്ളങ്ങൾ മാത്രമാണ് ഇപ്പോൾ പണിക്ക് പോകുന്നത്. ഓക്കെ. അതവർക്ക് പഴയ വല ഉണ്ടായത് കൊണ്ടാണ് അവർ പണിക്ക് പോകുന്നതും കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പം ഈ വറുതി എന്ന് പറയുന്ന സാധനം, അതായത് നിങ്ങളിപ്പോൾ കടലിൽ പോവാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ബഫർ ഫിഷ്, അതായത് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. ബഫർ ഫിഷ് എന്ന് അടിച്ചാൽ കിട്ടും. ചിലർ തവള എന്ന് പറയും, ചിലപ്പോൾ വീപ്പ എന്ന് പറയും. ആ ഒരു സാധനം ഉള്ളതുകൊണ്ടാണ് കടലിൽ പോകാത്തത്. പിന്നെ എ ഡി എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് ഉണ്ടായി വല നശിപ്പിക്കും. ഇത് രണ്ടും വല നശിപ്പിക്കുന്ന സാധനമാണ്. അതായത് സാധാരണ ഒരു വല, നിങ്ങൾ ഫിഷിങ്ങിന് പോകുമ്പോൾ ഒരു വല നോർമലി എത്ര രൂപയാവും? ഒരുപാട് പൈസ കൊടുത്താണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഓക്കെ. ലക്ഷങ്ങൾ എന്തായാലും വരും. ഓക്കെ. അപ്പോൾ അത് ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഇറക്കിയിട്ട് പണിയെടുക്കണമെങ്കിലും അതിന് നമ്മൾ ഒരുപാട് പൈസ ഇറക്കിയിട്ട് പണി ചെയ്യേണ്ടി വരും. ഓക്കെ. ഈ പറഞ്ഞ ബഫർ ഫിഷ് പിന്നെ എ ഡി ഫിഷ്, അവർ സാധാരണ എന്താണ് ചെയ്യുക? വള്ളത്തിൽ കാലയളവിലാണ് അവർ മുട്ടയിട്ട് തിരതൊട്ട് അടുക്കുന്ന സമയം. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ മീനും കാര്യങ്ങളൊക്കെ കുറവാണ് ഈ സമയങ്ങളിൽ. പിന്നെ ആണെങ്കിൽ ഇതുണ്ടായാൽ നമ്മൾ വല നഷ്ടപ്പെട്ടു പോയൊക്കെ ചെയ്യും. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് പോവാത്തത്. ഓക്കെ, പോകാത്തത്. അപ്പം പക്ഷേ എന്നാലും നാട്ടിൽ, ഇപ്പോൾ കോഴിക്കോടാണെങ്കിലും മലപ്പുറത്താണെങ്കിലും ഫിഷ് സ്റ്റോളുകളിൽ മീൻ കച്ചവടം, ആളുകൾ വണ്ടിയിൽ, അത് പല മേഖലയിൽ നിന്ന് എത്തുന്ന മീനാണ്. ഓക്കെ. ഇപ്പോൾ നമ്മളെ നാടുകളിൽ നിന്ന് എത്തുന്ന, ഇപ്പോൾ ഇവിടുന്ന് പോയ വള്ളങ്ങൾ, ഇപ്പോൾ ഇവിടുന്ന് വരുന്ന വള്ളങ്ങളൊക്കെ ഇവിടുന്ന് വന്നിട്ട് മീൻ ലേലം ചെയ്തിട്ട് കൊണ്ടുപോകുന്ന, ചില വള്ളങ്ങളിൽ മീൻ ഉണ്ടായാൽ അങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. ഓക്കെ. അപ്പോൾ അവരിതാണെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ മാർക്കറ്റുകളിലേക്ക് എത്തും. അപ്പോൾ ഇത് താനൂർ അല്ലെങ്കിൽ മലപ്പുറം, കോഴിക്കോട് ഈ ഭാഗത്തൊരു പ്രതിഭാസമാണോ അതോ കേരളത്തിൽ ഒന്നടങ്കം? കേരളത്തിൽ പകുതിയോളം ജില്ലകളിലും ഇതാണ് പ്രയാസം. ഓക്കെ. അപ്പോൾ ഇത് എത്ര നാൾ ഈ സംഗതി നീണ്ടുപോകും? അത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ മീനുള്ള തോതിനനുസരിച്ചാണ് നമ്മൾ. ഇപ്പോൾ ചേറ്റുവയിലും അതുപോലെ കൊച്ചിയിലും ഒക്കെയാണ് പണി നടക്കുന്നത്. കൊച്ചിയിൽ ഇപ്പോൾ പണി കുറവായി വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് പണി ഉണ്ട് അവരൊക്കെ. എന്നാലും ഒരു പീരീഡ് ഉണ്ടാവില്ല, 5 മാസം 6 മാസം ഇത്? ഉണ്ടാവും. സാധാരണ കൂടുതൽ എത്ര മാസം വരെ ഇങ്ങനെ പോയിട്ടുണ്ട് ഇത്? ഒരു വർഷം, ഒരുപാട് മുന്നേ 1 വർഷം പോലെ നീണ്ട് പോയിട്ടുണ്ട് ഈ വറുതി. ഓക്കെ. പിന്നെ അത് കുറേ ആൾക്കാർ സഹായിച്ചിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇവിടുത്തെ ആളുകൾ ജീവിച്ചു പോയിരുന്നത്. പല ആൾക്കാരുടെ സഹായം കൊണ്ടാണ് മുന്നോട്ട് പോയിരുന്നത്. ഓക്കെ. ഈ കാലയളവിൽ നോർമലി ഇപ്പം നല്ല വർക്കുള്ളൊരു ദിവസം കടലിൽ പോവുകയാണെങ്കിൽ, ഫിഷിങ്ങുള്ള ദിവസം പോവുകയാണെങ്കിൽ, നോർമലി ഒരു ദിവസം ഒരു സാധാരണ മത്സ്യത്തൊഴിലാളിക്ക് എത്ര വരെ സമ്പാദിക്കാൻ പറ്റും? അത് മീൻ എങ്ങനെയാണോ കിട്ടുന്നത്, അതിൻ്റെ വില എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമ്മൾ, ഇപ്പോൾ ഇവിടെ എങ്ങനെ ലേലം വിളിക്കുന്ന ആ വേലത്തിനനുസരിച്ചുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ആണ്, അതിനനുസരിച്ചാണ് നമുക്ക് വരുമാനം കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഓക്കെ. ഞാൻ മറ്റു ചില ഹാർബറിൽ അന്വേഷിച്ചപ്പം നല്ല പണിയുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം 10,000 വരെയൊക്കെ കിട്ടിയേക്കാം, 15,000 കിട്ടിയേക്കാം അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. കിട്ടും, പക്ഷേ മീൻ ഇങ്ങനത്തെ മീനൊന്നും കിട്ടില്ലല്ലോ. ഓക്കെ. അതായത് ഇപ്പോൾ ആവോലിയോ അല്ലെങ്കിൽ അങ്ങനത്തെ മീനുകളൊക്കെ
കൂന്ത അങ്ങനത്തെ മീനൊക്കെ ഉണ്ടല്ലേ, അതിനൊക്കെ ചിലപ്പോൾ വില കിട്ടിയേക്കാം. താങ്കളുടെ ചിലവുകൾ, ഇപ്പോൾ താങ്കൾ പറഞ്ഞു വീട്ടിലെ ചിലവുകൾ ഫാദറാണ് നോക്കുന്നതെന്ന് പറഞ്ഞു, പക്ഷേ താങ്കളുടെ വ്യക്തിപരമായ ചിലവുകൾക്ക് താങ്കൾ ഇപ്പോൾ ഇവിടെ നിന്നാണ് പൈസ കണ്ടെത്തുന്നത്? ഈ കൂട്ടുകാരെ കൈമെന്നും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ കൈമെന്നൊക്കെയാണ് വാങ്ങൽ. ഓക്കെ. അപ്പോൾ ഇതിന് എന്താണ് ഈ നിലവിലെ ഈ വറുതി കാലഘട്ടം കടന്നു പോകാൻ, അതായത് ദാരിദ്ര്യമില്ലാതെ അല്ലില്ലാതെ പോകാൻ എന്ത് സഹായമാണ് സർക്കാരിൻ്റെ നല്ല സർക്കാർ ഈ ഒരു കാലയളവ് എല്ലാ വർഷങ്ങളിലും ഉണ്ടാവുന്ന ഒരു വർദ്ധിക്കാലാണ്. അപ്പോൾ അതിന് അവരെന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കൊരു മാർഗ്ഗം, അല്ലെങ്കിൽ ഗിറ്റോ അല്ലെങ്കിൽ മറ്റുള്ള അരിസാധനങ്ങളോ ഒക്കെ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ വലിയ എല്ലാവർക്കും ഒരു ഉപകാരമാണ്. റേഷൻ മുഖേന കിട്ടുകയാണെങ്കിൽ അതും വലിയൊരു ഉപകാരമല്ലേ. ഓക്കെ. ഈ മത്സ്യത്തൊഴിലാളികളും മത്സ്യബന്ധന മേഖലയും നേരിടുന്ന വേറെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത്? പ്രശ്നങ്ങളെന്ന് പറയുന്നത് തീരദേശ മേഖലയിൽ മൊത്തം ഇപ്പോൾ കടൽ ഭിത്തി കുറവാണ്. പൊന്നാനി മേഖലയാകട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള മേഖലകൾക്കാവട്ടെ ഭിത്തി കുറവാണ്. ഈ ഭിത്തി കുറവാകുമ്പോൾ കടൽ കയറ്റത്തിൽ ഇപ്പോൾ ഒരുപാട് വീടുകളിൽ കുടിവെള്ളം, അതായത് കുടിവെള്ളം ഇല്ലാതെ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ഇത് വീടുകളൊക്കെ ഒഴിഞ്ഞു പോയിട്ട് കുറേ ആൾക്കാർ വേറെ രൂപത്തിൽ ലോഡ്ജ് എടുത്തിട്ടും താമസിച്ചിട്ടും ഒക്കെയാണ് ജീവിച്ചു പോകുന്നത്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ തീരദേശം 200 മീറ്ററിൻ്റെ ഉള്ളിൽ ഒരുപാട് വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ സഹായിക്കാനൊക്കെ സർക്കാർ തയ്യാറാവണം. അപ്പോൾ പിന്നാണെങ്കിൽ ഇപ്പോൾ ഈ വറുതിക്കാലമായതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഇപ്പോൾ വറുതിക്കാലമായതുകൊണ്ട് ഒരുപാട് മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ മത്സ്യത്തൊഴിലാളികൾക്കും വളരെ ബുദ്ധിമുട്ടാണ് കാര്യത്തിൽ. പിന്നെ കടൽ ഭിത്തി എല്ലാ പൊന്നാനി തീരത്തും അങ്ങോട്ട് നോക്കിയാൽ ഒരുപാട് കടൽ ഭിത്തി ഇല്ലാതെ വീടുകൾ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഒന്ന് കടൽ ഭിത്തി സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. പിന്നെ ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഒന്നും കൂടി ഒന്ന് പ്രോപ്പറായിട്ട് നമുക്ക് വേണ്ടി സേഫ്റ്റി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡിൻ്റെ ഇതൊക്കെ വരണം എന്നുള്ളൊരിതുണ്ട്. പിന്നെ മറ്റുള്ള പാർക്കിംഗ് സൗകര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. താനൂർ ഹാർബറിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടാലോ എന്തെങ്കിലും കാര്യത്തിന് ആൾക്കാർ ഓടിയെത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കണം നമുക്ക്. ഓക്കെ.